ആകാശവാണി ജില്ലാ വൃത്താന്തം. ഇന്ന് പത്തനംതിട്ട ജില്ലാ വിശേഷങ്ങളുമായി ആകാശവാണി പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ. ശബരിമല റോഡുകളുടെ നവീകരണവുമായി ബന്ധപ്പെട്ട് വീഴ്ച വരുത്തിയാൽ കർശന നടപടി ഉണ്ടാകുമെന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി P.K. ബഷീർ പറഞ്ഞു. ശബരിമല തീർത്ഥാടനകാല മുന്നൊരുക്കങ്ങൾ വിലയിരുത്താൻ പമ്പ ശ്രീരാമസാകേതം ഹാളിൽ ചേർന്ന അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 450 കോടിയോളം രൂപയുടെ ശബരിമല പാക്കേജാണ് ഇത്തവണ അനുവദിച്ചിട്ടുള്ളതെന്നും കൂടാതെ റോഡ് സുരക്ഷയ്ക്കായി 15 കോടി രൂപ നീക്കിവച്ചിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. ഇതര സംസ്ഥാനത്തു നിന്നടക്കം ഭക്തർ കൂടുതലായി എത്തുന്ന ശബരിമല തീർത്ഥാടനം കുറ്റമറ്റതാക്കേണ്ടത് സംസ്ഥാനത്തിന്റെ ഉത്തരവാദിത്തമാണ്. ആയതിനാൽ ശബരിമല റോഡുകളുടെ പുനരുദ്ധാരണ ജോലികളിൽ സാവകാശം ഉണ്ടാകാൻ പാടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. എഞ്ചിനീയർമാർ നിർബന്ധമായും സൈറ്റുകളിൽ സന്ദർശനം നടത്തണം. കഴിഞ്ഞ കാലങ്ങളിലെ ജില്ലയിലെ പൊതുമരാമത്തുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളും വേഗത്തിലാക്കുമെന്നും മന്ത്രി പറഞ്ഞു. യോഗത്തിൽ MLA-മാരായ അഡ്വക്കേറ്റ് KU ജനീഷ് കുമാർ, അഡ്വക്കേറ്റ് പഴകുളം മധു, അഡ്വക്കേറ്റ് CV ശാന്തകുമാർ, സോണി K. ബേബി, അഡ്വക്കേറ്റ് MJ സെബാസ്റ്റ്യൻ, പൊതുമരാമത്ത് വകുപ്പ് സെക്രട്ടറി ആദില അബ്ദുള്ള, ജില്ലാ കളക്ടർ A. നിസാമുദ്ദീൻ, ജില്ലാ പോലീസ് മേധാവി R. ആനന്ദ് തുടങ്ങിയവർ പങ്കെടുത്തു. നിറപുത്തരി പൂജയ്ക്കായി അടുത്ത മാസം 2-ന് ശബരിമല ക്ഷേത്രനട തുറക്കും. ഇതര സംസ്ഥാനക്കാരായ ഭക്തരുടെ അടക്കം വലിയ തിരക്കാണ് കർക്കിടക മാസ പൂജാ സമയത്ത് സന്നിധാനത്ത് അനുഭവപ്പെട്ടത്. ഓഗസ്റ്റ് 3-ന് രാവിലെ 5:40-നും 6:20-നും മധ്യേ നിറപുത്തരി പൂജ നടക്കും. അന്നു രാത്രി നടയടച്ചാൽ ചിങ്ങമാസ പൂജയ്ക്കായി നട ഓഗസ്റ്റ് 16-ന് തുറക്കും. ചിങ്ങം 1-ആയ 17 മുതൽ 21 വരെ പൂജകൾ നടക്കും. 21-ന് അടയ്ക്കുന്ന നട ഓണപൂജകൾക്കായി ഓഗസ്റ്റ് 24-ന് വൈകിട്ട് 5-ന് തുറക്കും. ഓഗസ്റ്റ് 28 വരെ ക്ഷേത്രത്തിൽ പ്രത്യേക പൂജകളും ഭക്തർക്കായി ഓണസദ്യയും ഉണ്ടായിരിക്കും. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ ആറന്മുള പള്ളിയോട സേവാ സംഘത്തിന്റെയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെയും നേതൃത്വത്തിൽ നടക്കുന്ന പ്രസിദ്ധമായ ആറന്മുള വഴിപാട് വള്ളസദ്യ കാലത്തിന് തുടക്കമായി. ഭഗവാന്റെ ഇഷ്ടവഴിപാടായ വള്ളസദ്യ വഴിപാട് ആഗ്രഹ സബലീകരണത്തിനായി ഭക്തർ 52 കരക്കാരായ പള്ളിയോടങ്ങൾക്കായി നടത്തുന്ന വഴിപാടാണ്. സെപ്റ്റംബർ 16 വരെ നടക്കുന്ന വള്ളസദ്യയിൽ ഇതുവരെ 500-ലധികം വള്ളസദ്യകൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. 20 സദ്യാലയങ്ങളാണ് ഇതിനായി ഒരുക്കിയിട്ടുള്ളത്. റാന്നി പള്ളിയോടം ഒഴികെ 51 പള്ളിയോടങ്ങൾ ഇക്കുറി വള്ളസദ്യയിൽ പങ്കെടുക്കുന്നുണ്ട്. KSRTC ബജറ്റ് ടൂറിസം പഞ്ചപാണ്ഡവ ക്ഷേത്രയാത്ര വഴി കാസർഗോഡ് മുതൽ പാറശാല വരെയുള്ള 89 ഡിപ്പോകളിൽ നിന്നായി ഭക്തർക്ക് ആറന്മുള വള്ളസദ്യയിൽ പങ്കെടുക്കാനാകും. തൃച്ചിറ്റാറ്റ്, തിരുപ്പുലിയൂർ, തിരുവാറന്മുള, തിരുവൻമണ്ടൂർ, തൃക്കൊടിത്താനം എന്നീ ക്ഷേത്രങ്ങളിലെ ദർശനമാണ് ഈ യാത്രയിൽ നടത്താനാവുക. അടുത്തുള്ള KSRTC ഡിപ്പോയിലെ ബജറ്റ് ടൂറിസം സെൽ കോർഡിനേറ്ററെ ബന്ധപ്പെട്ടോ KSRTC ബജറ്റ് ടൂറിസം സെൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം വഴിയോ സീറ്റ് ഉറപ്പിക്കാം. കൂടാതെ ഇലയൊന്നിന് 300 രൂപ പ്രകാരം ഭക്തർക്ക് പങ്കെടുക്കാവുന്ന പെയ്ഡ് സദ്യയ്ക്കായുള്ള സ്പെഷ്യൽ പാസ് മൂലവും സദ്യ ക്രമീകരിച്ചിട്ടുണ്ട്. ഇതിനായും വഴിപാട് വള്ളസദ്യ ബുക്കിംഗിനായും aranmula.boatrace.com എന്ന വെബ്സൈറ്റ് വഴി സാധിക്കും. ഉത്രട്ടാതി ജലോത്സവം ഓഗസ്റ്റ് 30-ന് നടക്കും. സെപ്റ്റംബർ 4-നാണ് അഷ്ടമിരോഹിണി സമൂഹ വള്ളസദ്യ നടക്കുക. മഴക്കാലപൂർവ്വ ശുചീകരണത്തിന്റെ ഭാഗമായി ജില്ലയിലെ വിവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നും ക്ലീൻ കേരള കമ്പനി ജൂണിൽ മാത്രം ശേഖരിച്ചത് 300 ടൺ അജൈവ പാഴ്വസ്തുക്കളാണ്. വെള്ളപ്പൊക്ക സാധ്യതയുള്ള പ്രദേശങ്ങളിൽ നിന്നടക്കം പാഴ്വസ്തുക്കൾ നീക്കം ചെയ്തിട്ടുണ്ട്. തരം തിരിച്ച 45 ടൺ പ്ലാസ്റ്റിക് കുന്നന്താനം ഗ്രീൻ പാർക്കിൽ സംസ്കരണത്തിനും പുനഃചക്രമണ യോഗ്യമല്ലാത്തവ സിമന്റ് ഫാക്ടറിയിലേക്ക് ഇന്ധനത്തിനായും സംസ്കരിക്കാൻ അയച്ചിട്ടുണ്ട്. 50 ടൺ ഗ്ലാസ് മാലിന്യങ്ങളാണ് ജൂണിൽ ജില്ലയിൽ നിന്നും ശേഖരിച്ചത്. ഗ്രാമപഞ്ചായത്ത് ജാഗ്രതാ സമിതിയുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ ഊർജിതമാക്കണമെന്ന് വനിതാ കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് എലിസബത്ത് മാമൻ മത്തായി പറഞ്ഞു. കൃത്യമായ ഇടവേളകളിൽ ജാഗ്രതാ സമിതി ചേരണം. കുടുംബങ്ങളിൽ മുതിർന്ന സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ജാഗ്രതാ സമിതിക്ക് കഴിയും. കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ വനിതാ കമ്മീഷൻ സംഘടിപ്പിച്ച അദാലത്തിന് ശേഷം സംസാരിക്കുകയായിരുന്നു അവർ. അദാലത്തിൽ 8 പരാതികൾ തീർപ്പാക്കി. ജില്ലാ വൃത്താന്തം സമാപിച്ചു.